അനുഗ്രഹിക്കും ചെയ്യുവാനാട്ടെ. ചെറിയ ചിന്തയിലേക്ക് കടന്നു വന്ന വേഗത്തിൽ പ്രാർത്ഥിച്ച് നല്ല പ്രോഗ്രാമുകളുണ്ടല്ലോ, അതിനായി സമയത്ത് വന്നിരിക്കുവാനായി ദൈവകൃപയിൽ ശ്രദ്ധപ്പെടുന്നു. നമ്മളിപ്പോൾ ചിന്തിച്ച സമയത്തിന് പോലെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, സൈനികരുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടതിനായി ശലോമോന്റെ ദേവാലയത്തിൽ ഹല്ലേലൂയ കടന്നു വന്ന കർത്താവിനെ ഉയർത്തുമായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം മേഘം പോലെ വെളിപ്പെടുമായിരുന്നു എന്ന് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിൽ ദൈവസ്ഥാനത്ത് വെളിപ്പെട്ട സ്ഥലങ്ങളുണ്ട്. യെരൂശലേം ദേവാലയം, പുരോഹിതന്മാർക്ക് നിൽപ്പാൻ കഴിയാതവണ്ണം സാന്നിധ്യം നിറഞ്ഞ യെരൂശലേം ദേവാലയം, ശുശ്രൂഷിപ്പാൻ കഴിയാതവണ്ണം മേഘം വ്യാപരിക്കപ്പെട്ട യെരൂശലേം ദേവാലയം, യഹോവയുടെ പെട്ടകം, സാന്നിധ്യം നിറഞ്ഞ യഹോവയുടെ പെട്ടകം, മന്നായിട്ട് വെച്ച പാത്രം, ഇതൊക്കെ നാം ചിന്തിച്ചിട്ടുള്ളതാണ്. ദൈവസ്ഥാനത്തിൽ ഇറങ്ങി വ്യാപരിക്കുന്ന സാഹചര്യങ്ങൾ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നു. വ്യക്തികളുടെ മേൽ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വ്യാപരിച്ചതായി, അവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ദൈവപദ്ധതി തികച്ച ശേഷം പരിശുദ്ധാത്മാവ് മടങ്ങിപ്പോകുന്നതൊക്കെ കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ട്. പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക സ്ഥലത്തല്ലല്ലോ ദൈവസ്ഥാനത്തിൽ വ്യാപരിക്കുന്നത്. നാം കൂടി വരുന്ന ഇടത്ത് ദൈവമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. 2-3 പേരുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. സഭ കർത്താവിനോട് ചേർന്ന് വരുമ്പോൾ സഭയാകുന്ന വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, എക്ലീസിയ എന്നുള്ള പദം നാം ചിന്തിക്കുകയുണ്ടായി. വിശുദ്ധന്മാരുടെ കൂട്ടം, അല്ലെങ്കിൽ ദൈവം രക്ഷിക്കപ്പെട്ടവരെ, കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കർത്താവ് ചേർക്കുന്നവരുടെ വിശുദ്ധരുടെ കൂട്ടം, അതാകുന്നു എക്ലീസിയ, ദൈവസഭ എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. അതോട് ചേർന്ന് 1-2 വാക്യങ്ങളെ ചിന്തിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ പോവുകയാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യക്തിപരമായ ജീവിതമാണ് നമ്മുടെ ദൈവത്തിന്റെ ആലയം. അധരം എന്ന സ്തോത്രയാഗമാണ് പുതിയ നിയമത്തിലുള്ളത്. ശരീരം എന്ന യാഗമാണ് പുതിയ നിയമത്തിലുള്ളത്. നമ്മുടെ ശരീരമാണ് ദൈവത്തിന്റെ ആലയം. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാകുന്നത് നിങ്ങൾ മറന്നു പോകരുത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നല്ലോ. നിങ്ങളുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കണം. ശരീരം ദൈവത്തിന്റെ ആലയമാകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാകുന്നുവല്ലോ എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ഈ ആലയത്തിലാണ് പഴയ നിയമത്തിൽ വെളിപ്പെട്ടതുപോലെ പുതിയ നിയമത്തിൽ സാന്നിധ്യം ഇറങ്ങുന്നത്. സാന്നിധ്യം ഇറങ്ങുന്നത് നമ്മളിലാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു വസിക്കുന്നതും യഹൂദ ഗോത്രത്തിലെ സിംഹമായിരിക്കുന്നവൻ വസിക്കുന്നതും നമ്മുടെ അകത്താണ്. നാമാണ് പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ ആലയം എന്ന് നാം ചിന്തിക്കുവാനിടയായി തീർന്നു. എങ്ങനെയാണ് ദൈവത്തോട് ആ രീതിയിൽ ഒരു സ്നേഹബന്ധത്തിൽ ദൈവത്തിന്റെ കൃപയിൽ പോകുവാൻ കഴിയുന്നത്? ദൈവരാജ്യം ആർക്കുള്ളതാണ്? ദൈവരാജ്യം എന്താണെന്ന് ഒന്ന് ചിന്തിക്കുവാനിടയായി തീർന്നു. ദൈവരാജ്യം ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്ന് ചിന്തിക്കുവാനിടയായി തീർന്നു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. എവിടെയാണോ പരിശുദ്ധാത്മാവിൽ സന്തോഷം വ്യാപരിക്കുന്നത്, പരിശുദ്ധാത്മാവിലുള്ള ആരാധന വ്യാപരിക്കുന്നത്, അവിടെ ദൈവരാജ്യമുണ്ട്. ദൈവരാജ്യം സ്വർഗത്തിൽ മാത്രമല്ല, ഭൂമിയിൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം ഉണ്ടെന്ന് കർത്താവ് പറഞ്ഞു. കാരണം പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നത് ഇവിടെയും ആരാധന, സ്വർഗത്തിലും ആരാധന. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ആരാധനയിലൂടെ നടക്കുന്നു, അവിടെയാണ് ദൈവരാജ്യം. സ്വർഗത്തിൽ ചെന്നാലും നമുക്ക് ഈ ഒരു പണിയേ ഉള്ളൂ, കർത്താവിനെ ആരാധിക്കുക, ദൂതന്മാരോട് ചേർന്ന് കർത്താവിനെ ഉയർത്തുക. അതുകൊണ്ട് ഭൂമിയിലും ദൈവരാജ്യം അനുഭവിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് അത്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ 1-2 വാക്യങ്ങൾ മാത്രം ചിന്തിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. ആ പദം നിങ്ങൾ ശ്രദ്ധിക്കുക. വലിയവൻ. സ്ത്രീകളിൽ ആര് ജനിച്ചിട്ടുണ്ടോ അവർ യോഹന്നാനേക്കാൾ വലിയവനല്ല, അവൻ വലിയവനാണ് എന്ന് എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവൻ വലിയവനായത്? ഹല്ലേലൂയ. നിശ്ചയമായി അവൻ വലിയവനായത് ദൈവശബ്ദത്തിന് തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ട്, അല്ലേ? ഹല്ലേലൂയ. അവന്റെ പിതാവായിരുന്നു. അവന്റെ പിതാവ് സഖരിയ പുരോഹിതനായിരുന്നു. കൂടിന്റെ ക്രമപ്രകാരം ദൈവ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന മഹാപുരോഹിതനായിരുന്നു. ഹല്ലേലൂയ. അവന്റെ പിതാവ് അടുത്ത തലമുറയിൽ അവന് ഒരു മഹാപുരോഹിതനാകേണ്ട സ്ഥാനത്താണ് ഹല്ലേലൂയ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദമായി അവൻ മാറിയത്. മനസാന്തര സ്നാനം അവനിൽ കൂടെ കർത്താവ് ചെയ്തെടുത്തു എന്ന് നാം ചിന്തിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പുതിയൊരു ശുശ്രൂഷ ദൈവം തന്റെ മകന് ദൈവം നൽകുകയാണ് സഖരിയാവിന്. ഹല്ലേലൂയ. ആലയത്തിലുള്ള ശുശ്രൂഷയല്ല, പാരമ്പര്യമായുള്ള ശുശ്രൂഷയല്ല, ഹല്ലേലൂയ, കൂടിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യ ശുശ്രൂഷയല്ല, മറ്റൊരു ശുശ്രൂഷ മരുഭൂമിയിലേക്ക് അവനെ നടത്തി. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ
ശബ്ദം ഇത്. വിളിച്ചു പറയുന്നവന്റെ ശബ്ദത്തെ പ്രഖ്യാപിക്കുന്ന പുതിയ വെളിപ്പാടുകളിലേക്ക് ജനത്തെ കൊണ്ടുവരുന്ന മനസ്സാന്തര സ്നാനത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു പുതിയ ശുശ്രൂഷ ദൈവം നൽകി. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ ജനിച്ചവൻ അവനേക്കാൾ വലിയവനല്ല എന്ന് പറയാൻ കഴിയും. അത്ര വിലമതിക്കപ്പെട്ട പാരമ്പര്യത്തിന്റെ, നമ്മളൊക്കെ പാരമ്പര്യത്തിന്റെ വിശ്വാസത്തിൽ വന്നവരുണ്ട്. പാരമ്പര്യത്തിന്റെ ശക്തിയിൽ തുടരാതെ ആ പാരമ്പര്യത്തിന്റെ ശക്തിയെ പൊട്ടിച്ച ദൈവം തന്ന ദൈവശബ്ദത്തിന് അനുസൃതമായി മരുഭൂമിയെങ്കിൽ മരുഭൂമി, വസ്ത്രമിന്നതെങ്കിൽ അത് ധരിച്ച് ശബ്ദത്തിന് അനുസൃതമായി പാരമ്പര്യത്തെ പൊളിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ച പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനെ എങ്ങനെ വലിയവനെന്ന് വിളിക്കാതിരിക്കും? അവനാണ് സ്ത്രീകളിൽ ജനിച്ചവരിൽ വലിയവൻ. എന്നാൽ കർത്താവ് പറയാണ് യോഹന്നാന്റെ എന്നാൽ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവൻ വലിയവനാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്ന, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മാഭിഷേകത്തിൽ ദൈവരാജ്യത്തിൽ ആരാധിക്കുന്ന നീയും ഞാനും യോഹന്നാനേക്കാൾ വലിയവനാണെന്നാണ് കർത്താവ് പറയുന്നത്. യോഹന്നാനിന് വലിയവനാണ്. എന്നാൽ അതിനേക്കാൾ ഉയർന്ന പദവിയാണ് രക്ഷിക്കപ്പെട്ട സഭയിൽ ആരാധിക്കുന്ന ദൈവസഭയോടുകൂടി നമ്മെ ചേർത്ത ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗ്ഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. നോക്കണമേ, ആത്മീയ വിഷയം ബലാത്കാരേണ പ്രാപിക്കേണ്ട ഒന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണമെന്ന് അറിയാമോ? സ്വർഗ്ഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നത് ഫലമായിരിക്കുന്നത് യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ മുതൽ. നോക്കണമേ, ആ സാഹചര്യം അവന് വിരോധമായിരുന്നു, പ്രതിസന്ധി അവനുണ്ടായിരുന്നു. മറിയ അവളുടെ ആ കാലഘട്ടത്തിൽ അനുഭവിച്ച പ്രതിസന്ധി പോലെ തന്നെ യോഹന്നാനും ആ പ്രതിസന്ധി അനുഭവിച്ചിരുന്നു. പാരമ്പര്യത്തെ പൊളിച്ചുകൊണ്ട്, ശുശ്രൂഷകളെ പൊളിച്ചുകൊണ്ട് ദേവാലയത്തിൽ നിന്നൊക്കെ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല. അത് ബലാത്കാരേണ പ്രാപിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ ദൈവം മറുപടി തരും. ഭൗതികമായ വിഷയങ്ങൾക്കൊക്കെ ദൈവം ആലോചനകളും വിടുതലുകളും തരും. എന്നാൽ ആത്മീയ കാര്യങ്ങൾ പെട്ടെന്ന് പ്രാപിക്കുവാൻ കഴിയുന്നതല്ല. ആത്മീയ കാര്യങ്ങൾക്ക് ഇത്ര ബലാത്കാരം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊരു ആഗ്രഹം, അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ ഒരു ആഗ്രഹത്തോടു കൂടിയ ഒരു പ്രവണത, ആഗ്രഹത്തോടു കൂടിയുള്ള ആ ഒരു യുദ്ധം, അതാണ് ആ പദത്തിന്റെ മീനിങ്. ആത്മീയ കാര്യങ്ങൾ വെറുതെ പ്രാപിക്കുവാൻ കഴിയുകയില്ല. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചിരുന്നു. അവർ തളർന്നു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല. കാത്തിരിക്കുന്നവർക്ക് ആ ശക്തി ലഭിക്കുന്നത്. കാത്തിരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ കഴിയുന്നത്. കാത്തിരിക്കുന്നവർക്കാണ് അന്യഭാഷയിൽ സംസാരിക്കുവാൻ കഴിയുന്നത്. കാത്തിരിക്കുന്നവർക്കാണ് പ്രവചിപ്പാനും ശുശ്രൂഷിപ്പാനും കഴിയുന്നത്. അത് വെറുതെ ദൈവം കയ്യിൽ കൊണ്ട് തരുന്ന ഒന്ന് അല്ല ആത്മീയ അനുഭവങ്ങൾ. ഭൗതികമായ ചിലതൊക്കെ ദൈവം നമുക്ക് തരുമായിരിക്കും. പക്ഷെ ആത്മീയമായ ചിലത് പ്രാപിക്കണമെങ്കിൽ ബലാത്കാരേണ പ്രാപിക്കാനേ പറ്റത്തുള്ളൂ. ചിലതിനെയൊക്കെ ഉടച്ചു കളയേണ്ടതായിട്ടുണ്ട്, ചിലതിനെയൊക്കെ തകർത്ത് കളയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമയത്തെ അപഹരിക്കുന്ന ചിലതിനെയൊക്കെ പൊളിച്ചു കളയണം. അതാണ് ബലാത്കാരം എന്ന പദം യൂസ് ചെയ്തിരിക്കുന്നത്. ഫോഴ്സ് ചെയ്ത് ചിലതിനെയൊക്കെ ഉടച്ചു കളയണം. വചനം ധ്യാനിക്കുന്ന തടസ്സമായി, പ്രാർത്ഥിക്കുന്ന തടസ്സമായി,
ഇരട്ടി അഭിഷേകം വേണം. ഹല്ലേലൂയ. കാരണം ഈ മനുഷ്യൻ കണ്ടതാണ് ഇസബേലിന്റെ വാക്കിന്റെ മുമ്പിൽ ചൂരച്ചെടിയുടെ തണലിൽ അഭയം പ്രാപിക്കുന്ന ഏലിയാവിനെ എലീശ കണ്ടിട്ടുണ്ട്. അഹാബിന്റെ ശബ്ദത്തിന് മുമ്പിൽ ഭയപ്പെടുന്ന ഏലിയാവിനെ എലീശ കണ്ടിട്ടുണ്ട്. പ്രതികരിക്കുവാൻ കഴിയാതെ ഭയപ്പെട്ട പിന്മാറുന്ന ഏലിയാവിനെ എലീശ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എലീശ തീരുമാനിക്കുകയാണ്, ഈ അഭിഷേകം എനിക്ക് പോരാ. യെസ്, ഈ അഭിഷേകം എനിക്ക് പോരാ. ഈ അഭിഷേകം എനിക്ക് പോരാ. അഹാബ് അവിടെ തന്നെയുണ്ട്, ഇസ്രായേൽ അവിടെ തന്നെയുണ്ട്, സാഹചര്യങ്ങൾ അവിടെ തന്നെയുണ്ട്. ഏലിയാവ് പോയാൽ, ഏലിയാവ് എടുക്കപ്പെട്ടാൽ സാഹചര്യം കുറച്ചുകൂടി വിരോധമായി മാറും. അതുകൊണ്ട് എനിക്ക് ഇരട്ടി അഭിഷേകം വേണം. ബലാത്കാരമാണെന്ന് ഭാവിക്കും. പിന്തുടരണം. സഹി കെട്ടിട്ട് ഏലിയാവ് പറയുകയാണ്, നിന്റെ ആഗ്രഹം കൊള്ളാം, പക്ഷെ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ്. നിന്റെ ആഗ്രഹമൊക്കെ നല്ലതാ, പക്ഷെ ഇച്ചിരി പ്രയാസമുള്ളതായി ബലാത്കാരം ഞാൻ പറഞ്ഞത്. ആത്മീയ അനുഭവങ്ങൾ എളുപ്പം പ്രാപിപ്പാൻ കഴിയത്തില്ല. മുട്ടുകുത്തേണ്ടതായിട്ട് വരും, പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും, മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് പ്രയാസമുള്ള കാര്യമാണ് നീ ചോദിക്കുന്നത്. പക്ഷെ എങ്കിലും അവൻ പറയുകയാണ്, ഞാൻ എടുക്കപ്പെടുന്നത് നീ കാണുമ്പോൾ എന്നെ എടുക്കുവാൻ അന്യമയമായ രഥങ്ങളോടുകൂടെ കുതിരകളോടുകൂടെ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ട്. ആ സമയം നിന്റെ കണ്ണിന്റെ മുമ്പിൽ നീ കാണുന്നെങ്കിൽ എന്റെ വ്യാപരിക്കുന്ന ശക്തിയുടെ ഇരട്ടി
ഹല്ലേലൂയ. എബ്രായർക്കെതിരെയും 13:20 വാക്യം. നിത്യനിയമത്തിന്റെ രക്തത്താൽ, നിത്യനിയമം അവിടെ പദത്തിന് ശ്രദ്ധിക്കുക, നിത്യനിയമം. ഇനി ഒരു മാറ്റപ്പെടുന്ന നിയമമില്ല, ഇനി ഒരു പുതിയ നിയമമില്ല. ഒരു പുത്തൻ നിയമം കർത്താവ് കൊണ്ടുവന്നതാണ്, അവന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ്. ഇനിയും അതിന്റെ മുകളിൽ ഒരു നിയമമില്ല, അതൊരു നിത്യനിയമമാണ്. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആളുകളുടെ വിലയുടേതായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തണം. Praise God. Hallelujah. Hallelujah. ദൈവസഭയെ, ഹല്ലേലൂയ, എക്ലേസിയ നാം ചിന്തിച്ചല്ലോ. ദൈവസഭയെ, ഹല്ലേലൂയ, പല വിഷയങ്ങളോട് താരതമ്യപ്പെടുത്തി പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. ആടുകളും ഇടയനും തമ്മിലുള്ള ബന്ധം, ഹല്ലേലൂയ, ഒരു കൃഷിയും, ഹല്ലേലൂയ, തോട്ടവും തമ്മിലുള്ള ബന്ധം, തോട്ടക്കാരും തമ്മിലുള്ള ബന്ധം, ഹല്ലേലൂയ. നിങ്ങൾ ഞങ്ങളുടെ കൃഷിയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ വേലക്കാർ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ ഒരു മൂലക്കല്ലിനോട് താരതമ്യപ്പെടുത്തി വീട് പണിയോട് സാദൃശ്യപ്പെടുത്തുന്ന, ഹല്ലേലൂയ, ദൈവസഭയെ കുറിച്ചുള്ള പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് എടുക്കാനുള്ള സമയമില്ലല്ലോ. ഹല്ലേലൂയ. ഞാൻ ആദ്യമായിട്ട് പറയുന്ന ഭാഗം ഇടയനും ആണും തമ്മിലുള്ള ബന്ധമാണ്. ഹല്ലേലൂയ. അവരെ എബ്രായർക്കെതിരെ ചെയ്തിരിക്കുകയാണ്, നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വിലയുടേതായ നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ ദൈവം, നാം സേവിക്കുന്ന ദൈവം, ഹല്ലേലൂയ, കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്തവരല്ല. ഹല്ലേലൂയ. മരണത്തിൽ നിന്ന് പിതാവായ ദൈവം മടക്കി വരുത്തിയ ദൈവമാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചവനാണ്. അവൻ നമ്മെ കുറിച്ച്, ദൈവസഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നാണ്, അവന്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുക. ഹല്ലേലൂയ. അവനെ ആരാധിക്കുവാൻ പോകുന്നു. അവന്റെ ഇഷ്ടം ചെയ്യുക, അവന്റെ ഇഷ്ടം